ഈ സംഘർഷങ്ങൾ ഈ ഒരു റെമിറ്റൻസിൻ്റെ കാര്യത്തിൽ എത്രമാത്രം അപകടകരമാണ്? തീർച്ചയായിട്ടും അവരുടെ ജോബ് ഇനിയായിരിക്കും അത് അഫക്റ്റ് ആകുക. അവരുടെ ഇക്കോണമിയിൽ ഒരു ടെൻഷൻ ഉണ്ടാകുകയും ഇക്കോണമിക്ക് വലിയ പ്രഷർ വരികയും ചെയ്തു കഴിഞ്ഞാൽ ഒരു കോസ്റ്റ് എന്ന് പറയുന്ന ഇത് കുറയ്ക്കാൻ നോക്കും. ഈ മലയാളി പ്രവാസികൾ ഇനി എന്ത് ഓൾട്ടർനേറ്റീവ് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കണം ഇങ്ങനൊരു സിനാരിയോ ഉള്ളതുകൊണ്ട്? ഇവിടെ ഏത് രീതിയിലുള്ള വിലക്കയറ്റം ഉണ്ടായാലും അതിൻ്റെ എൻഡ് യൂസർ എന്നുള്ള നിലയിൽ കൺസ്യൂമേഴ്സായ നമ്മളിലാണ് ഇതെല്ലാം ഒരു ഷെയർ ചെയ്ത് കൊണ്ടുപോയി. അൾട്ടിമേറ്റ് ഇത് നമ്മളെ തന്നെയാണ്, നമ്മുടെ പോക്കറ്റിനെയാണ് ഇതെല്ലാം ചോർത്തുക. ഇന്നത്തെ കാലത്തെ യുദ്ധം എന്ന് പറഞ്ഞാൽ ആയുധങ്ങൾ കൊണ്ട് മാത്രമല്ല, സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. പുതിയ ജനറേഷനിലുള്ള പിള്ളേർക്കൊന്നും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണത്. ഭക്ഷണം വെള്ളം ഇല്ലെങ്കിലും അവർ എത്ര കാലം വേണമെങ്കിലും ജീവിക്കും. പക്ഷേ ആ സോഷ്യൽ മീഡിയയിൽ അവർക്ക് ഇടപെടാൻ പറ്റിയില്ലെങ്കിലുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, മാൻമെയ്ഡ് റീസൺസ് കൊണ്ട് അവർ അതിനകത്ത് നിർബന്ധിതരാകുകയാണെങ്കിൽ പിന്നെ ഒരു തിരിച്ചുപോക്കം ഉണ്ടാവില്ല. ശ്രീ ജയകുമാർ, നമസ്കാരം. ഇപ്പോൾ നടക്കുന്ന യുദ്ധങ്ങൾ കേരളത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കാം? സത്യത്തിൽ നമ്മളിതെങ്ങനെ ബാധിക്കുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ, യുദ്ധം തുടങ്ങി ഏകദേശം 1-2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ നമ്മളിൽ വളരെ ചെറിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിക്കൊണ്ടാണ് ഇത് യുദ്ധം തുടങ്ങുന്നത്. ഒരു ഓൾ ഓഫ് എ സഡൻ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് നമ്മൾ ഒരു ഹോട്ടലിൽ നിന്ന് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ ഒരു വടയോ ഒരു മസാല ദോശയോ കഴിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് ആ സാധനം അവിടെ ഇല്ല. നമുക്കറിയാമല്ലോ, ഗ്യാസിൻ്റെ ഒരു ഷോർട്ടേജ് വന്നപ്പോഴത്തേക്ക് അവരത് പിടിച്ചു നിൽക്കാൻ വേണ്ടി ആദ്യം ശ്രമിച്ചത് അവരുടെ മെനുവിലെ ചില കാര്യങ്ങൾ കട്ട് ചെയ്യാനാണ്. നമ്മുടെ ഇഷ്ട വിഭവങ്ങളൊന്നും നമുക്ക് കണ്ടില്ല. പക്ഷേ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി ആ ഷോപ്പ് തന്നെ ക്ലോസ്ഡ് ആയി കഴിഞ്ഞു. പിന്നെ അത് ഓൾ ഓഫ് എ സഡൻ അത് നോക്കുമ്പോഴത്തേക്ക് കേരളത്തിലെ എല്ലാ വലിയ റെസ്റ്റോറൻറ്റെന്നോ ചെറിയതെന്നോ വ്യത്യാസമില്ലാതെ എല്ലാം അടച്ചു പൂട്ടുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. അപ്പം അത് യുദ്ധത്തിൻ്റെ ഇമ്പാക്റ്റ് ഇങ്ങനെ ഒരു ചെറിയ കാര്യത്തിൽ നിന്നാണ് തുടങ്ങിയെങ്കിലും നമ്മൾ ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ പിന്നീട് നമുക്ക് പല സംഭവവികാസങ്ങളും കാണുമ്പോൾ അത് നമുക്ക് വളരെ ഗുരുതരമായിട്ടുള്ള ലെവലിലേക്ക് പോകുന്നു. ഇപ്പം ഒരു വടയുടെയും മസാല ദോശയുടെയും കാര്യം ഞാൻ വെറുതെ ഒരു ഇതിൽ പറഞ്ഞതാണ്. പക്ഷേ ആ ഹോട്ടലുകളിൽ താമസിക്കുന്ന ജോലി ചെയ്യുന്നവരുടെ വരുമാനം അതോടെ നിലച്ചു. വലിയ ഹോട്ടലുകൾക്ക് വേണമെങ്കിൽ അവർക്ക് മാസ ശമ്പളത്തിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ആ ഹോട്ടലുകളൊന്നും ഇതുവരെ തുറന്നിട്ടില്ല. അപ്പോൾ അവരുടെ വരുമാനത്തെ അത് ഈ ഇറാഖിൽ എങ്ങോ ദൂരെയുള്ളൊരു സ്ഥലത്ത് നടന്ന യുദ്ധം ഇമ്മീഡിയറ്റ് ആയിട്ട് അവരുടെ ഡെയിലി വരുമാനത്തെ തന്നെ ഏണിങ്സിനെ തന്നെ ബാധിച്ചു കഴിഞ്ഞു. ഇതിപ്പോൾ ഹോട്ടലിലെ തൊഴിലാളികളുടെ കാര്യമാണ്. ഈ ഹോട്ടലുകളിൽ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് ചെറിയ ഫുഡ് പ്രോസസ്സിങ് ഇൻഡസ്ട്രിയിൽ പ്രവർത്തിച്ചിരുന്ന ആൾക്കാരുണ്ട്. ചിലപ്പം വീടുകളിൽ നിന്നും ഉണ്ടാക്കി കൊടുത്തത് അതെല്ലാം നിലച്ചു. അവരുടെ ലൈഫിനെ അത് ബാധിച്ചു. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു നെറ്റ്വർക്ക് പോലെ ഇങ്ങനെ പോകുന്നതാണ്. നമ്മൾ ആലോചിച്ചാൽ എല്ലാ മേഖലയും ഇത് സത്യത്തിൽ ബാധിക്കും. നമ്മുടെ ഇക്കോണമിയുടെ നല്ലൊരു ശതമാനം പങ്കുവരുന്നത് നമ്മളിവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നതാണ്. ലൈക്ക് നിങ്ങൾക്കറിയാം, സ്പൈസസ്, സുഗന്ധവ്യഞ്ജനങ്ങൾ, സീ ഫുഡുകൾ, പിന്നെ റബ്ബറുണ്ട്. അതുപോലെ ഇവിടുന്ന് ഒരുപാട് ഫുഡ് പ്രോഡക്ട്സും അഗ്രികൾച്ചറും വെജിറ്റബിൾസും ഒക്കെ ഗൾഫ് രാജ്യങ്ങളിലേക്ക്, നമുക്കൊക്കെ അറിയാം ഗൾഫിലൊന്നും കൃഷിയൊന്നുമില്ല, എല്ലാം അവർ പുറത്തുനിന്നാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സ്പോർട്ടിനെയൊക്കെ ഈ പ്രശ്നങ്ങൾ ബാധിച്ചു കഴിച്ചു. ഇപ്പം കടൽ പാതകളിൽ ഇത്തരം ടെൻഷൻസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. യുദ്ധം ഒരുപാട് നീണ്ടു നിൽക്കുകയാണെങ്കിൽ അത് കൂടുതൽ ഗുരുതരമായ അവസ്ഥയിലേക്ക് വരും. അപ്പോൾ എങ്ങനെ നോക്കിയാലും നമ്മുടെ ഒരു കേരളം ചെറിയൊരു സ്റ്റേറ്റ് ആണെങ്കിൽ പോലും ഇവിടെ പോപ്പുലേഷൻ വളരെ കുറവാണെങ്കിലും നമ്മുടെ ഇക്കോണമി വളരെ ഇതായിട്ട് മറ്റു ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും യുദ്ധം ഒരു കോയാസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് സാമ്പത്തികമായിട്ട് എല്ലാ മേഖലകളിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കേരള ഇക്കോണമിയിലും വളരെ ഗുരുതരമായ രീതിയിൽ ഭാവിക്കും. കേരളം ബേസിക്കലി ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് തന്നെയാണ്. പക്ഷേ അതിനും അപ്പുറം ഒരു റെമിറ്റൻസ് ബേസ്ഡ് എക്കോണമിയാണ്. ഒരുപക്ഷെ പുറത്തുനിന്ന് വരുന്ന പൈസ, ഗൾഫിൽ നിന്ന് വരുന്ന പൈസ. അപ്പോൾ ഈ സംഘർഷങ്ങൾ ഈ ഒരു റെമിറ്റൻസിൻ്റെ കാര്യത്തിൽ എത്രമാത്രം അപകടകരമാണ്? സ്വാഭാവികമായിട്ടും ഇപ്പം അതിനെ അത്ര ഗുരുതരമായിട്ട് ബാധിച്ചിട്ടില്ല. ഇപ്പം ഒരു മാസം യുദ്ധം തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു മാസം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഉറപ്പായിട്ടും ഇത് ഈ രീതിയിൽ അങ്ങ് പോവുകയാണെങ്കിൽ അത് റെമിറ്റൻസിനെ കുറവുണ്ടാകാനായിട്ട് വളരെ നമ്മുടെ GDPയുടെ ഏകദേശം മുതലൊന്ന് നമ്മുടെ ഗൾഫ് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള റെമിറ്റൻസിൽ നിന്നാണ്. അതിൽ നിന്ന് മെജോറിറ്റി ഓഫ് ദ റെമിറ്റൻസും വരുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഇപ്പം അത് ചെറിയ രീതിയിലാണ് അവരെ ഇത് ചെയ്തിരിക്കും. ഇപ്പം തുടക്കത്തിൽ അത് ഗൾഫ് കൺട്രീസിനൊക്കെ അവരൊക്കെ ഓയിൽ എക്സ്പോർട്ടേഴ്സ് ആയതുകൊണ്ട് ക്രൂഡിൻ്റെയൊക്കെ പ്രൈസ് വളരെ ഹയർ നിൽക്കുന്നത് തുടക്കത്തിൽ അവർക്ക് വളരെ ലാഭകരമായിട്ട് അവർക്ക് തോന്നും. പക്ഷേ അവിടെയെല്ലാം ഇതിൻ്റെ ഒരു ആക്രമണത്തിൻ്റെ പരിധിയിൽ നിൽക്കുന്നതായതുകൊണ്ടും ഈ യുദ്ധം ഇമ്മീഡിയറ്റ് ആയിട്ട് അവസാനിച്ചാലും ഈ ടെൻഷൻ അപ്പോഴും നിലനിൽക്കും. അല്ലെങ്കിൽ മറ്റ് എതിർ രാജ്യത്തിനെ കംപ്ലീറ്റ് തുടച്ച് നീക്കിയിട്ട് പുതിയ റെജീമൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ ഒരു അവരുടെ ഒരു ഇതിലേക്ക് കാണാം. അല്ലെങ്കിൽ ഈ ടെൻഷൻ എപ്പോഴും ഉണ്ടാകും. അപ്പോൾ തുടക്കത്തിൽ ഓയിൽ എക്സ്പോർട്ടിങ് കൺട്രി ചെയ്തായതുകൊണ്ട് അവർക്ക് ഓയിൽ പ്രൈസ് കൂടി നിൽക്കുന്നതുകൊണ്ടൊക്കെ ഇതാകുമെങ്കിലും അവിടെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് മറ്റുള്ള വലിയ ഇൻവെസ്റ്റേഴ്സ് ഒന്നും മടിക്കും. ഏറ്റവും സേഫസ്റ്റായ സ്ഥലമെന്ന് അറിയപ്പെട്ടിരുന്ന പ്രദേശങ്ങളാണ് ഇപ്പോൾ ആക്രമണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഗൾഫ് റീജിയൻസൊക്കെ. അതൊക്കെ ഉറപ്പായിട്ടും ഇവിടുത്തെ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റിയൊക്കെ ബാധിക്കും, ഇവിടുത്തെ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയെ ബാധിക്കും. പിന്നെ ടൂറിസം അവരുടെ ഒരു വൺ ഓഫ് ദ മെയിൻ ഒരു ഇതായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ അവർക്ക് തിരിച്ചടി ഉണ്ടാകുന്ന സമയമാകുമ്പോഴത്തേക്ക് അവിടെ പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ
ജോബിലും വേജിലും ഒക്കെ ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് സ്വാഭാവികമായിട്ട് നമ്മുടെ റെമിറ്റൻസിനേക്ക് ബാധിക്കും. അവിടെ നിന്നുള്ള റെമിറ്റൻസ് കുറഞ്ഞാൽ ഇവിടെ ചെയിൻ ഓഫ് ആക്ഷൻ ആയിരിക്കും ഇവിടെ ഉണ്ടാകുക. അത് സമസ്ത മേഖലകളിലെയും ഗുരുതരമായി ബാധിക്കുന്ന നിലയിലേക്ക് എത്തും. അപ്പം അത് നമ്മളെ നന്നായിട്ട് തന്നെ ബാധിക്കും. ഈ യുദ്ധത്തിൻ്റെ ഒരു ലോങ് ടേം എക്കണോമിക് ഇമ്പാക്റ്റ് എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റുമോ? മുൻകൂട്ടി അറിയാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് പ്രഡിക്റ്റബിളാണ് പലതും ഇത്തരമുള്ള ഇക്കണോമിക് ഇമ്പാക്റ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ. കാരണം ഇപ്പം നമുക്ക് മറ്റു പല മേഖലകളിലും ഉണ്ടായ യുദ്ധം ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ഒരു വേൾഡ് ഇക്കോണമി എന്ന് പറഞ്ഞാൽ ഒരു റിസപ്ഷൻ്റെ മാന്ദ്യത്തിൻ്റെ ഒരു സ്ലോ ഡൗണിൻ്റെയൊക്കെ ഒരു കോവിഡിന് ശേഷം കുറച്ച് ഉണ്ടായ ഇതെല്ലാം നമ്മൾ പതിയെ റിക്കവർ ചെയ്ത് വരുന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾക്ക് ആശ്വാസമെന്ന് പ്രത്യക്ഷത്തിൽ തോന്നാവുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ റഷ്യയും ചൈനയും ഇതിനകത്ത് ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ആയിട്ടില്ല. അവർ ഇൻഡയറക്റ്റായിട്ട് മാത്രമാണ് അതിനകത്ത് ചില നിലപാടുകളൊക്കെ വ്യക്തമാക്കിയത്. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവരുടെ പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് താല്പര്യങ്ങളെ അതിപ്പോൾ ഹേർട്ട് ചെയ്ത് തുടങ്ങിയിട്ടില്ല. എന്നാണോ അതിനെ ഹേർട്ട് ചെയ്ത് തുടങ്ങുന്നത് അവർ ഈ രണ്ട് ചേരികളിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ജോയിൻ ചെയ്യാതെ അവർക്ക് നിർത്തില്ല. കാരണം അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അവരിപ്പോൾ ദൂരെ മാറുന്ന കാര്യങ്ങൾ കാണുന്നു. അങ്ങനെ അവർ ഏതോ ചേരിയിൽ ചേർന്നാലും അതൊരു വലിയ യുദ്ധത്തിലേക്ക് പോകുന്ന ഘട്ടത്തിലേക്ക് എത്താം. അപ്പോൾ അതുണ്ടാക്കുന്ന ഇക്കണോമിക് റിസഷൻ വളരെ വ്യാപകമായിട്ടുള്ളത്. ഇത് ഇക്കണോമിക് ആംഗിളിൽ. ഇനി വേറൊരു ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം ഈ ഏത് രാജ്യവും ഏത് നിമിഷവും ആരാലും ആക്രമിക്കപ്പെടാവുന്നൊരവസ്ഥയിലാണ്. ആകെ ഒരു ഇമ്മ്യൂണിറ്റി ഉള്ളത് അണുവായുധങ്ങൾ കൈവശമുള്ള രാജ്യങ്ങൾക്ക് മാത്രമാണ്. അവരെ ഒന്ന് ആക്രമിക്കാൻ എല്ലാവർക്കും ഭയപ്പെടും. അതുപോലെ വൻ ആയുധശേഖരമുള്ള രാജ്യങ്ങളിൽ ചിലപ്പോൾ. അപ്പോൾ ലോകത്തുള്ള എല്ലാ രാജ്യവും ചെറുതും വലുതുമായ എല്ലാ രാജ്യങ്ങളുടെയും പ്രയോറിറ്റി ഇനി ഒന്നുകിൽ ഇത് അണുവായുധം കൈവശം ഉണ്ടാക്കാൻ, അത് നിയമവിധേയമായിട്ടാണെങ്കിലും അങ്ങനെ, അതല്ലാതെയാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതിലേക്ക് പോകും. മറ്റൊന്ന് വൻ ആയുധങ്ങളുടെ ശേഖരം ഉണ്ടാകുക, മിലിറ്ററൈസ് ചെയ്യുക, പ്രതിരോധത്തിന് വേണ്ടിയിട്ട് കൂടുതൽ ഇത് ചെയ്യുക. ഇപ്പം ഗൾഫ് രാജ്യങ്ങളുടെ ഏറ്റവും വലിയൊരു പോരായ്മയും അല്ലെങ്കിൽ അതേസമയം തന്നെ അവരുടെ ഒരു ശക്തി എന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങനെ ഒരു മിലിറ്ററി ഫോഴ്സും ഇല്ല. അതിൻ്റെ ഒരു ആവശ്യം ഇതേവരെ ഉണ്ടായിട്ടില്ലായിരുന്നു. ഇനിയിപ്പോൾ അവരൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ഈ ഫണ്ട് മുഴുവൻ അങ്ങോട്ടേക്ക് ഡൈവേർട്ട് ചെയ്തു പോകും. ലോകമുള്ള രാജ്യങ്ങളെല്ലാം ആയുധങ്ങളുടെ മേലിലിരിക്കുകയാണെങ്കിൽ ഈ ആയുധങ്ങളൊക്കെ വെസ്റ്റേൺ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളുടെ കയ്യിലേക്കും റോങ് ഹാൻഡ്സിലേക്കും ഒക്കെ എത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു അപകടം വരുന്നു. അതിനേക്കാൾ ഉപരി ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട ഒരു ഫണ്ട് ഇതിലേക്ക് വേണ്ടിയിട്ട് പോകുന്നത് കൊണ്ടുണ്ടാകാവുന്ന ജനങ്ങളുടെ ജീവിതത്തിലുണ്ടാകാവുന്ന ദുരിതം വേറുന്നു. അപ്പോൾ ഇതൊക്കെയായിരിക്കും ശാശ്വതമായിട്ട് യുദ്ധങ്ങൾ കൊണ്ടുണ്ടാകാവുന്ന ലോങ് ടൈം ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ. ഏതായാലും ഇത് റിസഷനിലേക്ക് പോകുമെന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ ഒരു ഇതായിട്ട് വരാൻ സാധ്യതയുള്ളത്. കാരണം ഒരു റിസഷനൊക്കെ എപ്പോഴും നമ്മൾ ഒരു സൈക്ലിക്കലാണെന്ന് പറയും. അതായത് ഇപ്പോൾ നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലുമൊക്കെ ചെറിയ അസുഖം വരുന്നത് നമ്മുടെ ശരീരത്തെ ഒന്നുകൂടി ഒന്ന് എനർജൈസ് ചെയ്യാനെന്ന് പറയും. സൈക്ലിക്കൽ റിസഷൻ, അതായത് അതൊരു 10 വർഷം കൂടുമ്പോഴോ ഒരു 8 വർഷം കൂടുമ്പോഴോ ഒക്കെ ഒരു റിസഷനിലേക്ക് സാധാരണ ഗ്ലോബൽ ഇക്കോണമി പോകാറുള്ളതാണ്. അത് ഒരു കറക്ഷനായിട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് കരുതാം. അതിനുശേഷം അത് പൂർവ്വാധിക ശക്തിയായിട്ട് വരുന്ന ഒരു. പക്ഷേ ഇതുപോലുള്ള യുദ്ധം പോലുള്ള മനുഷ്യനിർമ്മിതമായ സംഭവങ്ങൾ കൊണ്ടുണ്ടാകാവുന്ന റിസഷനെ സംബന്ധിച്ച് അത് ജീവിക്കാനായിട്ട് കൂടുതൽ സമയമെടുക്കും. അതുകൊണ്ട് ആ റിസഷനാണ് നമുക്ക് ഇതിനെ തുടർന്നുണ്ടാകും. ഇക്കണോമിക്കലി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാവുന്ന ഒരു കാഷ്വാലിറ്റി, ഒരു ദുരിതം എന്ന് പറയാനായിട്ട്. ഈ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികളെ യുദ്ധം എങ്ങനെയാണ് നേരിട്ട് ബാധിക്കുക? തീർച്ചയായിട്ടും അവരുടെ ജോബിനെ ആയിരിക്കും അത് അഫക്റ്റ് ആകുക. അവരുടെ ഇക്കോണമിയിൽ ഒരു ടെൻഷൻ ഉണ്ടാകുകയും ഇക്കോണമിക്ക് വലിയ പ്രഷർ വരികയും ചെയ്തു കഴിഞ്ഞാൽ അവർ കോസ്റ്റ് എന്ന് പറയുന്ന ഇത് കുറയ്ക്കാൻ നോക്കും. കാരണം അങ്ങനെയുള്ള പ്രശ്നത്തിൽ അവരുടെ ബിസിനസ്സോ സ്ഥാപനങ്ങളോ ഒക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ റോ മെറ്റീരിയൽസിൻ്റെ വിലയായിരിക്കും നന്നായിട്ട് കൂടാൻ പോവുക. അപ്പം അവർക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നന്നായിട്ട് കുറയ്ക്കേണ്ടി വരും. അപ്പോൾ ഇന്നത്തെ കാലത്ത് ലോകമൊട്ടാകെ നോക്കിയാലും ഏറ്റവും ഈസിയസ്റ്റ് വേ എന്ന് പറഞ്ഞാൽ ജോബ് കട്ട് ചെയ്യുക എന്നുള്ളതാണ്, മാൻ പവർ കുറയ്ക്കുക എന്നുള്ളതാണ്. ബാക്കി ഇന്ന് ടെക്നോളജി എല്ലാം വളരെ അഡ്വാൻസ്ഡ് ആയി, AI എല്ലാം വന്നതിന് ശേഷം സത്യത്തിൽ നമ്മുടെ ഒരു സ്ഥാപനങ്ങളോ ബിസിനസ് മേഖലയൊക്കെ AI കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ വിനിയോഗിച്ച് തുടങ്ങിയിട്ടില്ല. അവരിപ്പോഴും അതിനകത്ത് അതൊരു ബബിളായി മാറുകയോ അല്ലെങ്കിൽ അത് എത്രമാത്രം ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതുകൊണ്ട് അവർ അത്രയും വളരെ സജീവമായിട്ട് അതിനെ സ്വീകരിച്ച് തുടങ്ങിയിട്ടില്ല. പക്ഷേ ഇത്തരം മാൻമെയ്ഡ് റീസൺസ് കൊണ്ട് അവർ അതിനകത്ത് നിർബന്ധിതരാകുകയാണെങ്കിൽ പിന്നെ ഒരു തിരിച്ചുപോക്കം ഉണ്ടാവില്ല. അപ്പം ജോബാണ് അവരെ ഏറ്റവും കൂടുതൽ. അപ്പം നമ്മളെ ജോബ് തേടിയാണ് അവർ പോയിട്ടുള്ളതും. അപ്പോൾ അതിന് സാധ്യതകൾ വളരെയേറെയാണ്. കാരണം ഈ ടെൻഷൻ കുറേ കാലം നിൽക്കുകയും അവിടുത്തെ ഇക്കോണമിയിലൊരു ടെൻഷൻ ഉണ്ടാകുകയും ഒക്കെ ചെയ്ത് അവരും കോസ്റ്റ് റിഡക്ഷനിലേക്കും അല്ലെങ്കിൽ അവരും സർവൈവലിലേക്ക് മോഡിലേക്കും ഒക്കെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ഇമ്മീഡിയറ്റായിട്ട് ജോബ് കട്ടിനെ ബാധിച്ചില്ലെങ്കിൽ പോലും ജോബ് പ്രൊമോഷനെ ബാധിക്കാം, വേജസിനെ ബാധിക്കാം, അല്ലെങ്കിൽ ആനുകൂല്യങ്ങളെ ബാധിക്കാം, അവർ നൽകിയിരിക്കുന്ന ഈ പറഞ്ഞ പോലെ ബെനിഫിറ്റ്സ് അതിനെയൊക്കെ ബാധിക്കാം. അവിടെ ജോലി ചെയ്യുന്നവരുടെ വരുമാനത്തെ ഏത് രീതിയിലായാലും അത് സമ്മർദ്ദം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ആ രീതിയിൽ അത് നമുക്ക് ഇങ്ങോട്ട് വരുന്ന റെമിറ്റൻസിനെയും ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ റെമിറ്റൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ അവിടുന്ന് വരുന്ന എത്രയോ ദശലക്ഷം രൂപയാണ് ഇവിടെ വരുന്നത്, അത് കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമ്മീഡിയറ്റ് ഇമ്പാക്റ്റ് എന്തായിരിക്കും? ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും വരുമാനം നമ്മുടെ ഇതിലേക്ക് വരുന്നത് ഇവിടെ റീറ്റെയിലിംഗ് ആണ്. അതായത് വ്യാപാരവും കച്ചവടവും ഒരു കൺസ്യൂമർ ഒരു ഇക്കോണമിയാണല്ലോ നമ്മുടേത്.
അതാണ് ഏറ്റവും കൂടുതലുള്ളത്. ആ പൈസ ഇത്രയും നന്നായിട്ട് ചിലവഴിക്കപ്പെടുകയും ഇവിടെ പർച്ചേസ് നടത്തുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ പിന്നിൽ ഈ റെമിറ്റൻസ് നല്ലൊരു നിർണായക ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ അത് ബാധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് നമ്മുടെ ടാക്സ് റവന്യൂവിനെ ബാധിക്കും. സെയിൽസ് കുറഞ്ഞു കഴിഞ്ഞാലുണ്ട്. അതൊന്നും റീറ്റെയിലിൻ്റെ കാര്യം ഞാനൊന്നും പറഞ്ഞു. രണ്ടാമത് എന്നുള്ളത് ഇവിടെ നടക്കുന്ന മേജർ കൺസ്ട്രക്ഷൻസിലൊക്കെ ഭൂരിഭാഗവും വിദേശത്തുള്ള ആളുകൾ, മലയാളികളുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൊണ്ട് അവർ സ്വന്തമായിട്ട് വീട് പണിയുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ അവരുടെ പൈസ നന്നായിട്ട് സ്പെൻഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഫ്ലാറ്റ് ഇൻഡസ്ട്രിയിൽ അവരാണ് ഒരു മേജർ ചങ്ക് ഓഫ് പ്രീമിയം തൊട്ട് ബജറ്റ് ഫ്ലാറ്റുകൾ വരെ കൂടുതലും വാങ്ങുന്നത്. സാധാരണ നമ്മുടെ ഇവിടെ താമസിക്കുന്ന ആളുകൾ അത് വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ അവർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ടുമൊക്കെ കണക്കാക്കുന്നതാണ്. അപ്പോൾ ഈ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ജോബിൻ്റെ ഒരു ചെയിൻ ഓഫ് ഇതുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. പല പല മേഖലകളിൽ ഡയറക്റ്റും ഇൻഡയറക്റ്റും എംപ്ലോയ്മെൻറ്റ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഫ്ലാറ്റിൻ്റെ സെയിൽ കുറഞ്ഞെന്നാൽ കൺസ്ട്രക്ഷൻ ഡിലേ ആകും. കൺസ്ട്രക്ഷൻ ഡിലേ ആയ പ്രോജക്റ്റുകൾ അവർ ചിലപ്പം തൽക്കാലം ഇതാകും. അങ്ങനെ വരികയാണെങ്കിൽ ആ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഇല്ലാതാകും. ഇവിടെ തന്നെ ആളുകൾക്ക് പണിയില്ലാതാവുന്ന ഒരു ഘട്ടത്തിലേക്ക് വരും. സെയിൽസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ റീറ്റെയിൽ ഇൻഡസ്ട്രിയിൽ ഈ നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളിലെ കച്ചവടമൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റിലേക്ക് വരുന്ന റവന്യൂവിനെയൊക്കെ ബാധിക്കും. അപ്പം പിന്നെ ഉള്ളത് ബാങ്കുകൾക്കുള്ള ഫണ്ടിൻ്റെ ഒരു ഷോർട്ടേജ് വരും. അവർക്കിവിടെ ബിസിനസ് കമ്മ്യൂണിറ്റീനെ വായ്പകൾ കൊടുത്തൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ഒരു മുരടിപ്പിലേക്ക് തന്നെയായിരിക്കും അതും റെമിറ്റൻസ് ഒരു പരിധി വിട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകാനുള്ള സാധ്യത. ഈ മലയാളി പ്രവാസികൾ ഇനി എന്ത് ഓൾട്ടർനേറ്റീവ് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കണം ഇങ്ങനൊരു സിനാരിയോ ഉള്ളതുകൊണ്ട്? എപ്പോഴും അവർക്കൊരു ബാക്കപ്പ് പ്ലാൻ ഉള്ളത് നല്ലതായിരിക്കും. കാരണം ഇന്നിപ്പം ഈ ഗ്ലോബൽ ടെൻഷൻ, ജിയോ പൊളിറ്റിക്സിലൊക്കെ വലിയ പ്രശ്നങ്ങൾ, രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു പഴയ സിനർജിയൊന്നും ഇല്ലാത്തതൊക്കെ വലിയൊരു ഒരു നമ്മുടെ ഒരു മൈഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന പുതിയ ചലഞ്ചസാണ്. അതുകൊണ്ട് എപ്പോഴും ഒരു ബാക്കപ്പ് പ്ലാൻ നമുക്ക് ഉണ്ടാകുന്നത് നല്ലതാണ്. ഇപ്പോൾ അവിടെ ഒരു ജോബ് ലോസ് ചെയ്താലും നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്താൽ ഇവിടെ ഒരു ഏണിംഗ് പോയിൻ്റ് ഉണ്ടാക്കുന്നത് നല്ലതാണ്. ഇവിടെയുള്ള നമ്മുടെ ഫാമിലി ആണെങ്കിൽ വൈഫിനെ കൊണ്ടൊരു ഒരു എക്സ്ട്രാ ഇൻകം ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നതോ ഫാമിലിയായിട്ട് ചേർന്ന് എന്തെങ്കിലും ജോയിൻറ്റ് വെഞ്ചറോ ഒക്കെ ഉണ്ടാക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ നമ്മളൊരു മൾട്ടിപ്പിൾ സ്കില്ലും ഇപ്പം നമ്മളവിടെ ഒരു ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്കില്ലിലായിരിക്കും നമ്മളവിടെ ഇത് ചെയ്തിട്ടുണ്ടാകുക. ചിലപ്പോൾ ആ ടൈപ്പ് ഓഫ് ജോബായിരിക്കും ചിലപ്പോൾ അവർ കട്ട് ചെയ്യാൻ പോവുക. പക്ഷേ മറ്റു ചില ടൈപ്പ് ഓഫ് ജോബിന് അപ്പോഴും ചിലപ്പം എല്ലാ ക്രൈസിസിലും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പറയുന്ന പോലെ ഓരോ പുതിയ ഓപ്പർച്യൂണിറ്റീസുകളൊക്കെ എമർജ് ചെയ്ത് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ മൾട്ടിപ്പിൾ വേറെ ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും ചിലപ്പോൾ ഇത് എമർജ് ചെയ്യാൻ പറ്റുക, എമർജ് ചെയ്ത് വരും. അപ്പോൾ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്ത രീതിയിൽ നമ്മൾ ഈ സമയത്ത് കൂളിംഗ് പീരീഡിൻ്റെ സമയത്ത് മൾട്ടിപ്പിൾ സ്കില്ല് ആർജിക്കുക, അഡീഷണലായിട്ട് ഒന്നോ രണ്ടോ ഒരു സവിശേഷ സ്കില്ലൂടെ ഇതിനിടയിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് പലതരത്തിലുള്ള ചെറിയ ക്രൈസിസുകൾ അതിജീവിക്കാൻ പറ്റും. ഇപ്പോൾ ഇതുവരെ ഇന്ധനവില നാട്ടിൽ കൂടിയിട്ടില്ല. അതിന് വേണ്ടി ഗവൺമെൻറ് ശ്രമിക്കുന്നുണ്ട്. എക്സൈസ് ഡ്യൂട്ടി കുറച്ചിട്ട് അത് മാക്സിമം സപ്പോർട്ട് ചെയ്ത് ഇന്ധനവില കൂട്ടാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇന്നെവിറ്റബിളി ഇപ്പോൾ ഒരു വേഴ്സ്റ്റ് കേസ് സിനാരിയോയിൽ വോർ തുടരുകയാണെങ്കിൽ, ഈ ഇന്ധനവില കൂടുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇത് ബാധിക്കുക? ഇന്ധനവില കൂടുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ വിലക്കയറ്റത്തിലേക്കാണ് ഒഴുകുക. കാരണം നമ്മുടെ കേരളത്തിൻ്റെ ഒരു സമ്പദ് വ്യവസ്ഥ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 90% നമ്മൾ കൺസ്യൂം ചെയ്യുന്ന സാധനം പുറത്തുനിന്ന് വരുന്നതാണ്. അത് രാജ്യത്തിനകത്തുനിന്ന് വരുന്നതുകൊണ്ട് രാജ്യത്തിന് പുറത്തുനിന്ന് വരുന്നതുകൊണ്ട്. അപ്പോൾ ഇന്ധനവില കൂടിയാൽ എല്ലാ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ്റെ കോസ്റ്റ് കൂടും. ഇപ്പോൾ ഓൾറെഡി ഏവിയേഷൻ ഫ്യൂവലിൻ്റെ വില ഓൾറെഡി വർദ്ധിപ്പിച്ച് കഴിഞ്ഞു. അപ്പം പ്രീമിയം പെട്രോളിൻ്റെ വില വർദ്ധിപ്പിച്ച് കഴിഞ്ഞു. LPG വാണിജ്യ ആവശ്യത്തിനുള്ള അതിൻ്റെ ഒരു ആ ഒരു രീതിയിലാണ്. അപ്പം ഏവിയേഷൻ ഫ്യൂവൽ വർദ്ധിപ്പിച്ച് കഴിഞ്ഞാൽ വിമാന ടിക്കറ്റിൻ്റെ നിരക്ക് സ്വാഭാവികമായിട്ട് വരും. പെട്രോൾ ഡീസലിൻ്റെ ഇത് കുറച്ച് കഴിഞ്ഞാൽ റോഡ്, ട്രക്ക്, ബസ്, ടാക്സി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫെയർ കൂട്ടേണ്ടി വരും. ഇവിടെ ഏത് രീതിയിലുള്ള വിലക്കയറ്റം ഉണ്ടായാലും അതിൻ്റെ എൻഡ് യൂസർ എന്നുള്ള നിലയിൽ കൺസ്യൂമേഴ്സായ നമ്മളിലാണ് ഇതെല്ലാം ഒരു ഷെയർ ചെയ്ത് കൊണ്ടുവന്ന് വയ്ക്കുക. അൾട്ടിമേറ്റ് ഇത് നമ്മളെ തന്നെയാണ്, നമ്മുടെ പോക്കറ്റിനെയാണ് ഇതെല്ലാം ചോർത്തുക. അപ്പോൾ എവിടെ ഒരു വിലക്കയറ്റം ഉണ്ടായാലും എന്തിൻ്റെ വില കൂടിയാലും അതെല്ലാം കൊടുക്കേണ്ടി വരുന്നത് നമ്മുടെ പോക്കറ്റിൽ നിന്നാണ്. അതുകൊണ്ട് അത് നമ്മുടെ ഫാമിലി ബജറ്റിനെ ബാധിക്കും, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ ബാധിക്കും, നമ്മുടെ ഫ്യൂച്ചർ ഫിനാൻഷ്യൽ ഗോൾസൊക്കെ നേടാൻ വേണ്ടി നമ്മൾ നടത്തുന്ന മാറ്റിവയ്ക്കുന്ന പണത്തിനെയൊക്കെ നമ്മുടെ സേവിങ്സിനെയൊക്കെ ബാധിക്കും. അത് അപ്പോൾ ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും ഇൻഫ്ലേഷൻ വരും. ഭക്ഷണം ഉറപ്പായിട്ടും. കാരണം ഈ സാധനങ്ങളെല്ലാം ഇവിടെ എത്തിക്കുന്നതിൻ്റെ റേറ്റ് കൂടുമ്പോഴത്തേക്ക് അതെല്ലാം ഫുഡിൻ്റെ പ്രൈസിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് റിഫ്ലക്റ്റ് ആകും. ഇപ്പോൾ ഓൾറെഡി തന്നെ ഇപ്പം ഭക്ഷണത്തിൻ്റെ വിലയെല്ലാം കൂട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ ഫുഡ് ഡെലിവറി ആ പ്ലാറ്റ്ഫോംസൊക്കെ അവരുടെ ഇതെല്ലാം കൂട്ടിക്കഴിഞ്ഞിട്ട് ഇപ്പം ചെറിയ ഒരു മാസം കൊണ്ട് ഓൾറെഡി അതിനകത്ത് വർധനവ് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇപ്പം മിക്കവാറും എല്ലാ രാജ്യങ്ങൾക്കും ഒരു 60 മുതൽ 90 ദിവസം വരെയുള്ള റിസർവുകളാണ് ഈ ഇന്ധനങ്ങളുടെ കാര്യത്തിലുള്ളത്. അപ്പോൾ ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു. ഇനി അവശേഷിക്കുന്നത് 1-2 മാസമാണ് പല രാജ്യങ്ങൾക്ക് അവരുടെ റിസർവ്
അത് തീരുന്ന ഘട്ടത്തിലേക്കോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഉപയോഗിക്കാൻ തുടങ്ങുന്ന ഘട്ടത്തിലേക്കോ യുദ്ധം തീർന്നില്ലെങ്കിൽ ക്രൂഡ് പ്രൈസ് പിന്നെയും വർദ്ധിക്കും. അപ്പോൾ അതൊരു ഭയങ്കര ഗ്ലോബലി തന്നെ ഭയങ്കര ഒരു വലിയൊരു പ്രശ്നമായിട്ട് അത് ഒഴിവാക്കാനാണ് ഇപ്പം ഈ ശ്രമങ്ങളെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് ഓയിൽ പ്രൈസ് കൂടുന്നത് ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഇപ്പം നമ്മുടേതെന്ന് പറഞ്ഞാൽ ഇത് എക്സ്പോസ്ഡ് ആണ്. ഇപ്പം ഓയിൽ പ്രൈസ് മാർക്കറ്റ് വിലയ്ക്ക് ഈക്വലാണ്. അപ്പം കൂടുകയാണെങ്കിൽ മാത്രമേ കൂടുള്ളൂ. കുറയുകയാണെങ്കിൽ അതിന് പ്രൊപ്പോർഷനായിട്ട് കുറയ്ക്കാൻ പറ്റത്തില്ല. കാരണം മറ്റു പല ഓവർ ഹെഡ്സ് അവർക്ക് മീറ്റ് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ കൂടുവാണെങ്കിൽ അത് വളരെ ഹൈയിലേക്ക് പോകും. പക്ഷേ കുറയുവാണെങ്കിൽ അതിന് ആനുപാതികമായിട്ടായിരിക്കില്ല കുറവുണ്ടാകുക. അതുകൊണ്ട് അതൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. ഇതുപോലെ തന്നെ IT മേഖലയിലും ഇപ്പം ഇറാൻ പറഞ്ഞിരിക്കുന്ന അവർ ടാർഗറ്റ് ചെയ്യുന്നത് ഗൂഗിളിൻ്റെയും ആമസോണിൻ്റെയൊക്കെ അമേരിക്കൻ കമ്പനീസിൻ്റെ ഓഫീസിലായിരിക്കുന്നതാണ്. ഇനി അതുണ്ടാക്കുന്ന ഒരു പ്രത്യാഘാത ഏത് തലമുറയായിരിക്കും ആദ്യം ബാധിക്കുക? അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. നമ്മളിപ്പം ഈ ഓയിലിൻ്റെ ക്രൈസിസും ഓയിൽ അതുവഴി കൊണ്ടുവരാൻ ഹോർമസ് കടൽ വഴി കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടും അതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞിട്ടിരുന്നത്. അതൊക്കെ ഭക്ഷണത്തിൻ്റെയും വരുമാനത്തിൻ്റെയൊക്കെ കാര്യത്തിലാണ്. ഇപ്പം ഇവർ ഇപ്പം പറഞ്ഞതുപോലെ തന്നെ ഇവർ ഈ ഗൂഗിളിനെയും മൈക്രോസോഫ്റ്റിനും അതുപോലെയുള്ള IT കമ്പനികളെയൊക്കെ ആക്രമിക്കുകയാണെങ്കിൽ ഇൻ്റർനെറ്റിനെ തന്നെ തകരാറിലാക്കുന്ന ഒരു സംവിധാനമാണ്. പിന്നെ ഇന്നത്തെ കാലത്തെ യുദ്ധം എന്ന് പറഞ്ഞാൽ ആയുധങ്ങൾ കൊണ്ട് മാത്രമല്ല, സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. കാരണം എല്ലാം ഉണ്ട്, നമുക്ക് നമ്മുടെ കയ്യിലെല്ലാം പൈസയുണ്ട്. പക്ഷേ ATMൽ പോയി പൈസ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത് പൈസ ഉള്ളതുകൊണ്ട് കാര്യമില്ല. എന്നാൽ പിന്നെ ബാങ്കിൽ പോകാം, ബാങ്കിൽ നിന്ന് എടുക്കാമെന്ന് പറഞ്ഞാൽ അവിടെ സെർവർ തയ്യാറുള്ള പ്രശ്നമില്ല. അതൊരു ഘട്ടം. പിന്നെ ഇന്ന് സോഷ്യൽ മീഡിയ ഇല്ലാതെ പുതിയ ജനറേഷനിലുള്ള പിള്ളേർക്കൊന്നും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണത്. ഭക്ഷണം വെള്ളം ഇല്ലെങ്കിലും അവർ എത്ര കാലം വേണമെങ്കിലും ജീവിക്കും. പക്ഷേ ആ സോഷ്യൽ മീഡിയയിൽ അവർക്ക് ഇടപെടാൻ പറ്റിയില്ലെങ്കിലുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഇൻ്റർനെറ്റ് കട്ട് ചെയ്യുന്നതുകൊണ്ട് കലാപങ്ങളുണ്ടായ രാജ്യങ്ങൾ തന്നെ നമ്മുടെ തൊട്ടയൽ രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. അവർ എങ്ങനെയായിരിക്കും ഇതിനകത്ത് റിയാക്ട് ചെയ്യാൻ പോകുക എന്ന് പറയാം. യുദ്ധം കൊണ്ടുണ്ടാകാവുന്ന ഈ ആധുനിക കാലത്ത് ഏറ്റവും വലിയ വെല്ലുവിളി ഉണ്ടാകാൻ പോകുന്നത് അതിലാണ്. ഈ സൈബർ അറ്റാക്ക് ഏതൊക്കെ തരത്തിൽ, ബാക്കി എല്ലാം ഉണ്ടായാലും എല്ലാത്തിലും നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിലും സൈബർ സ്പേസിൽ വലിയ ഭീകരമായ, കാരണം ഇന്നെല്ലാം നെറ്റ്വർക്കഡാണ്. ഇതില്ലാതെ ഒരു നിത്യജീവിതം തികച്ചും അസാധ്യമായ ഒരു രീതിയിലാണ്. അതുകൊണ്ട് ഏറ്റവും വലിയ വെല്ലുവിളി അവരിപ്പം പറഞ്ഞിരിക്കുന്നത് അതുകൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു മിഡിൽ ക്ലാസ് ഫാമിലി ആയിരിക്കും ഇത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്, അല്ലേ? മിഡിൽ ക്ലാസ്, അപ്പർ മിഡിൽ ക്ലാസ് സ്വാഭാവികമായിട്ടും. കാരണം സമൂഹത്തിലെ പൂറായിട്ടുള്ള ആളുകളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഗവൺമെൻറ് ഉണ്ട്, അവർ സബ്സിഡി കൊടുക്കും. ഹയർ ഇൻകം ഗ്രൂപ്പിൽ പെടുന്നവർക്ക് ഇതൊക്കെ അബ്സോർവ് ചെയ്യാനുള്ള ശേഷിയുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കുള്ള മിഡിൽ ക്ലാസ്, പ്രത്യേകിച്ച് സാലറീഡ് ക്ലാസ്, ഇപ്പം കൂലിക്ക് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് അവർക്ക് തീരെ നിർത്തിയില്ലെങ്കിൽ അവർക്ക് കൂലി കൂട്ടാം. പിന്നെ ഹയർ ഇൻകം ഗ്രൂപ്പിൻ്റെ കാര്യം നമ്മൾ വിട്ടു, കാരണം അവർക്ക് അബ്സോർവ് ചെയ്യാനുള്ളൂ. പക്ഷേ മിഡിൽ ക്ലാസ് സാലറീഡ് ഇൻകം അതിൽ ജീവിക്കുന്നവർക്ക് അവർക്ക് സ്വന്തം നിലയ്ക്ക് ശമ്പളം കൂട്ടാൻ പറ്റില്ല. കാരണം അവർ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളെല്ലാം ഈ സ്ട്രഗിൾ ചെയ്യുകയും ഈ ക്രൈസിസ് എല്ലാം ഫേസ് ചെയ്യുകയും ചെയ്യേണ്ടി വരുമ്പോഴത്തേക്ക് അവരുടെ, ഞാൻ നേരത്തെ ഗൾഫിൽ പറഞ്ഞ സിറ്റുവേഷൻ തന്നെ ഇവിടെ ഉണ്ടാകും. ആദ്യം ആനുകൂല്യങ്ങളെ ബാധിക്കും, പിന്നെ ഇൻക്രിമെൻറ്റിനെ ബാധിക്കും, പിന്നെ പ്രൊമോഷനെ ബാധിക്കും. ഏറ്റവും അവസാനം അത് ജോബ് ലോസിലേക്ക് വരെ ഉണ്ടാകാനുള്ളൊരു സാധ്യത. അത് മിഡിൽ ക്ലാസ്സിനാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുക. മറ്റുള്ളവരെ സമൂഹവും ഗവൺമെൻറ്റും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുമ്പോഴത്തേക്ക് മിഡിൽ ക്ലാസ് ആളുകൾ അവർ തന്നെ സ്വയം പരിഹാരം കണ്ടെത്തേണ്ടി വരും. അപ്പോൾ നമ്മൾ ഈ താൽക്കാലികമായിട്ട് സ്പെൻഡിങ് കുറയ്ക്കണം എന്നാണോ? സ്പെൻഡിങ് ആണ് നമ്മുടെ ലൈഫിൻ്റെ ഏറ്റവും വലിയ ഹാപ്പിനെസ് നമ്മൾക്ക് കൊണ്ടുവരുന്ന ഒരു സാധനം എന്ന് പറയുന്നത്. നമ്മൾ ഈ പൈസയൊക്കെ ഉണ്ടാക്കുന്നത് തന്നെ ചിലവഴിക്കാൻ, സ്പെൻഡ് ചെയ്യാൻ വേണ്ടി. അതിലാണ് നമ്മൾ നിത്യാനന്ദവും പരമാനന്ദവും ഒക്കെ കാണുന്നത്. സ്പെൻഡിങ് കുറയ്ക്കുക എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും അഡ്വൈസ് ചെയ്തില്ല. കാരണം ലൈഫ് നമുക്കൊന്നേ ഉള്ളൂ. അത് നമ്മൾ ജുഡീഷ്യസ് ആയിട്ട് ഉപയോഗിക്കേണ്ടി വരിക. ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും അനാവശ്യങ്ങളും ഒക്കെ നമുക്ക് വേർതിരിച്ചറിഞ്ഞിട്ട് അതിനനുസരിച്ച് സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് അതിനകത്ത് ഒരു മാർഗമായിട്ടുള്ളത്. ജീവിതത്തിലൊരു അൺസർട്ടനിറ്റി വരുമ്പോഴത്തേക്ക് അങ്ങനെയൊക്കെയുള്ള ഇതുണ്ടാകും. ആ കോവിഡ് കാലത്ത് നമ്മൾ സർവൈവ് ചെയ്യാനായിട്ട് ഒരുപാട് മാർഗ്ഗങ്ങൾ, നമ്മൾ വളരെ റവല്യൂഷണറി ആയിട്ട് പല മാർഗ്ഗങ്ങളും പരീക്ഷിച്ച് വളരെ സക്സസ്ഫുൾ ആയിരുന്നു. പക്ഷേ ഇതുപോലുള്ള ക്രൈസിസുകൾ, മാൻമെയ്ഡ് ക്രൈസിസുകളൊക്കെ ഇനി അങ്ങോട്ട് കൂടുതൽ ഗുരുതരമായിട്ട് ഉണ്ടായി തുടങ്ങും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് കോപ്പപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ്, ഗോൾഡ്, പിന്നെ നമ്മുടെ ഡെയിലി കമ്മോഡിറ്റീസ്, ഈ മേഖലയിലെ ഏറ്റവും കൂടുതൽ മാറ്റം എവിടെ പ്രതീക്ഷിക്കാം? ലോകത്ത് ഈ ഗോൾഡിൻ്റെ പ്രൈസ് എപ്പോഴും കൂടുന്നത് ആ ഗോൾഡിനോടുള്ള ആളുകളുടെ ആ ഭ്രമവും താല്പര്യവും ഇഷ്ടവും കൂടുന്നതുകൊണ്ടല്ല. പകരം ലോകം മൊത്തം കട്ടപ്പോയായിരിക്കുന്ന സമയത്ത്, പ്രതീക്ഷിക്കാനൊന്നുമില്ലാത്ത സമയത്ത്, എന്തോ വലിയ ദുരന്തം വരുന്ന സമയത്താണ് ഈ ഗോൾഡിൻ്റെ പ്രൈസ് കൂടുന്നത്. അതെന്താണെന്ന് വെച്ചെന്നാൽ ആഗോളതലത്തിൽ തന്നെ എല്ലാവരും അവരുടെ സേവിങ്സ്, ഇപ്പം വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയാലും രാജ്യങ്ങളായാലും അവരുടെ സേവിങ്സ് കീപ്പ് ചെയ്യുന്നത് ഡോളറിലും സ്വർണ്ണത്തിലുമാണ്. ഡോളർ വെല്ലുവിളി നേരിടുന്ന സമയങ്ങളിൽ അത് ഡോളറിൽ നിന്ന് അവർ മാറ്റി ഗോൾഡ് വാങ്ങിക്കാൻ തുടങ്ങും. അതാണ് ഈ ഗോൾഡിൻ്റെ പ്രൈസ്. അപകടം വരുന്നത് കണ്ടു കഴിഞ്ഞാൽ നല്ല സമയത്ത് ഗോൾഡിൻ്റെ പ്രൈസ് സാധാരണ കൂടാറില്ല. പക്ഷേ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല സമയത്തും ചീത്ത സമയത്തും ഗോൾഡിൻ്റെ വില ഇത് കൂടിയിട്ടുണ്ട്.
പക്ഷേ അപ്പോൾ അതുകൊണ്ടാണ് ഗോൾഡും ഈ ഡോളറും തമ്മിലുള്ള ഒരു അനുഭവത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് കൂടുന്നത്. അപ്പോൾ ലോകത്ത് ഒരു പ്രശ്നമില്ല, വളരെ സമാധാനപൂർണ്ണമായിട്ടാണ് ഇത് അങ്ങനെ അങ്ങ് പോകുന്നതെങ്കിൽ ഗോൾഡിൻ്റെ പ്രൈസ് താന്ന് ഏത് ലെവലിലേക്ക് വരണമെങ്കിലും പോവാം. അപകടമാണെങ്കിൽ അത് ഉയർന്ന് ഈ ഏത് വലിയ ഹൈറ്റ്സിലേക്കും പോകാം. നമ്മുടെ മൊത്തത്തിലുള്ള സമ്പാദ്യത്തിൻ്റെ ഒരു 10 മുതൽ 15% കൂടുതൽ ഒരിക്കലും ഗോൾഡിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ മലയാളികളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഒരു 25% ഗോൾഡിലാണ്. അപ്പോൾ ഒരു സേഫായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇനി അഡീഷണൽ ഗോൾഡിൻ്റെ കാര്യത്തിൽ ഒരു വാങ്ങിക്കുന്ന കാര്യത്തിലൊക്കെ ഒരു ശ്രദ്ധ പുലർത്തണമെന്നുള്ളതാണ്. പിന്നെ റിയൽ എസ്റ്റേറ്റിൻ്റെ കാര്യത്തിലായാലും ഈ പറഞ്ഞ ചലഞ്ചസൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ഡള്ളായിട്ട് പോകാനാണ് സാധ്യത. കാരണം ഗൾഫ് റെമിറ്റൻസ് കുറയുന്നു, ഇക്കോണമി മൊത്തത്തിൽ സ്ട്രഗിൾ ചെയ്യുകയാണെങ്കിൽ റിയൽ എസ്റ്റേറ്റ് പ്രൈസ് ഉയരാനുള്ള സാധ്യതകൾ കുറവാണ്. പക്ഷേ അതൊരു സൈക്ലിക്കൽ ഇതാണെന്ന് വേണമെങ്കിലും ആ ഒരു പീരീഡ് കഴിയുമ്പോഴത്തേക്ക് അതിന് പിന്നെ അപ്രീസിയേഷൻ കിട്ടാൻ പറ്റും. പിന്നെ കമ്മോഡിറ്റി പ്രൈസസൊക്കെ ഉറപ്പായിട്ടും വലിയ പ്രശ്നത്തിലാകാറുണ്ട്. ഇപ്പം ഈ ഹോർമുസ് കടലിലേക്കുള്ള ഗതാഗതത്തിൻ്റെ ഒരു പ്രശ്നം കാരണം ഇന്ധനങ്ങൾക്കൊപ്പം നമുക്ക് രാസവളങ്ങൾക്കുള്ള റോ മെറ്റീരിയൽസിൻ്റെയും സപ്ലൈ ഭയങ്കര ഇതായിരിക്കുകയാണ്. അപ്പം കൃഷിയൊക്കെ വലിയ രീതിയിൽ വളത്തിൻ്റെയൊക്കെ ഷോർട്ടേജ് ഉണ്ടാകാൻ വേണമെങ്കിൽ അങ്ങനെയുള്ള അഗ്രി പ്രൈസുകളുടെയൊക്കെ വില നന്നായിട്ട് ഉയരാനുള്ള സാധ്യതയൊക്കെയാണ് അതിനകത്തുള്ളത്. അതുപോലെ തന്നെ കേരളത്തിലെ ചെറുകിട വ്യവസായികളെ ഇതെങ്ങനെയാണ് ബാധിക്കുന്നത്? നേരത്തെ പറഞ്ഞ ഫിനാൻഷ്യൽ ചാലഞ്ചസ് ഒക്കെ ഇവരെ ചെറുകിടയെന്നോ വൻകിടയെന്നോ വ്യത്യാസമില്ല. എക്സ്പോർട്ട് മാർക്കറ്റാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ ചാലഞ്ചസ് എല്ലാം അതിനകത്തുണ്ടാകും. ഡൊമസ്റ്റിക് മാർക്കറ്റാണെങ്കിൽ ഈ വില കൂടുകയും ഇൻഫ്ലേഷൻ കൂടുകയും പണപ്പെരുപ്പം ഒക്കെ കൂടുകയും ചെയ്യുമ്പോൾ ആളുകളുടെ പർച്ചേസിംഗ് പവർ നന്നായിട്ട് കുറയും. അപ്പോൾ അത് ഡൊമസ്റ്റിക് മാർക്കറ്റിലെ സെയിൽസിനെയൊക്കെ ബാധിക്കും. ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആളുകൾ മടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ അത് ഇതിൽ ഉണ്ടാകും. പിന്നെ അവർക്കും കിട്ടുന്ന റോ മെറ്റീരിയൽസിൻ്റെയൊക്കെ പ്രൈസ് വളരെ ഹയർ ആയിരിക്കും. അതുകൊണ്ട് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വല്ലാതെ കൂടും. അപ്പോൾ ആ പ്രൈസിലേക്ക് കൊടുക്കാനും പറ്റില്ല. ആ പ്രൈസ് അതിന് അനുവദികമായ രീതിയിൽ പ്രൈസ് ഇട്ട് വിൽക്കാനും പറ്റാത്തൊരു സാഹചര്യം വരും. പിന്നെ ചെറുകിട വ്യവസായ മേഖലയിൽ എപ്പോഴും നമുക്ക് ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞാൽ ക്രൈസിസ് പീരീഡാണ്. ശരി. അവിടെ സാഹചര്യങ്ങൾ ഒന്നും കൊണ്ടും നമുക്ക് അനുകൂലമായിരിക്കില്ല. ആ പ്രതികൂല സാഹചര്യങ്ങളോട് മല്ലിട്ട് വേണം നമ്മളത് തുടങ്ങാൻ. ഇത് എല്ലാ ക്രൈസിസും ഒരു പീരീഡ് ഉണ്ടാകും. കഴിയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും മനുഷ്യൻ്റെ ജീവിതം തന്നെ എങ്ങനെയാണല്ലോ. അപ്പോൾ ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ നമ്മളൊരു എൻ്റർപ്രണർഷിപ്പൊക്കെ തുടങ്ങി അതിനോട് മല്ലിട്ടൊക്കെ അതിനെ കഷ്ടിച്ചിങ്ങനെ കൊണ്ടുപോയി ആ പ്രതികൂലാവസ്ഥ മാറുന്ന സമയത്ത് അങ്ങനെ തുടങ്ങിയവരായിരിക്കും ഏറ്റവും വലിയ കിങ് മേക്കേഴ്സ് ആകാൻ പറ്റും, ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആകാൻ പറ്റും. അവൻ്റെ ലൈഫിലെ ഏറ്റവും ക്രൈസിസ് അവൻ ഈ തുടക്കത്തിൽ തന്നെ കണ്ടു കഴിഞ്ഞു. ഇനി അതിനൊക്കെ വലുതൊന്നും വരാനില്ല. അതുകൊണ്ട് ചെറുകിട ആളുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ബിസിനസ്സോ ചെറിയ സംരംഭങ്ങളോ ഒക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് ബെസ്റ്റ് ടൈം ഈ ക്രൈസിസ് പീരീഡാണ്. ഇപ്പം ദുബായിലെ ടൂറിസത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ കേരളവും ഒരുപാട് ടൂറിസം ബേസ്ഡ് ആണ്. ഒരുപാട് യാത്രക്കാർ, ഒരുപാട് വിദേശീയരും സ്വദേശീയരും അടക്കം ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ്. നമ്മളിത് കാര്യമായി ബാധിക്കില്ലേ? നമ്മളെ ബാധിക്കുമോ എന്ന് ചോദിച്ചാൽ ലോകത്ത് മൊത്തം ക്രൈസിസ് ഉണ്ടാകുന്ന സമയത്ത് ഏറ്റവും സേഫസ്റ്റ് ആയിട്ട് വന്ന് താമസിക്കുകയും യാത്ര ചെയ്യുകയും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രദേശമായിട്ട് കേരളം ആഗോളതലത്തിൽ തന്നെ അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. ഇപ്പോൾ നമുക്കറിയാം കാശ്മീരിലേക്ക് അന്ന് ആ സമയം ഉണ്ടായ സമയത്ത് യാത്രക്കാരിൽ വിനോദസഞ്ചാരികളിൽ 2-3 തരം ആൾക്കാരുണ്ട്. ഒന്ന് അവരാ ഒരു വർഷത്തിൽ ഒരു പീരീഡ് തീരുമാനിച്ചിരിക്കുന്ന സമയത്ത് അവർക്ക് യാത്ര ചെയ്തേ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മളെപ്പോലെ പ്രശ്നം ഉണ്ടായിരുന്ന കട്ട് ചെയ്യുന്ന വീട്ടിലിരിക്കാന്നുള്ളത്. അവരോ വീട് വിട്ട് അവർക്ക് പോയി യാത്ര ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ആ സമയത്തൊക്കെ കേരളത്തിലേക്ക് നന്നായിട്ട് കൂടുതൽ ഈ ക്രൈസിസ് പീരീഡിലും അതൊരു അനുകൂല ഘടകമാണ്. അപ്പം വിദേശത്തുള്ള യാത്രക്കാരായാലും ഡൊമസ്റ്റിക് ട്രാവലേഴ്സ് ആയാലും ഇങ്ങോട്ട് വരാനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ അവരെ അതിനകത്ത് തടസ്സപ്പെടുത്താൻ ഉള്ളത് ഇപ്പോൾ ഫ്ലൈറ്റ് ചാർജ് കൂടുകയോ റോഡ് മാർഗം വരുന്ന ഹോട്ടലിലെ ഭക്ഷണം, ഹോട്ടലിലെ റെൻറ്റും ഒക്കെ ഇതിനനുസരിച്ച് കൂടാം. അപ്പോൾ അഫോർഡബിലിറ്റി ഒരു പ്രശ്നമാവുകയാണെങ്കിൽ ഇതിൽ പലരും യാത്ര മാറ്റിയിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നത് വരെ കാത്തിരിക്കാനുള്ള തീരുമാനിക്കുന്ന ആളുകളുമുണ്ട്. അങ്ങനെ അത് കൂടുകയാണെങ്കിൽ അത് ഉറപ്പായിട്ടും ടൂറിസത്തെയും ബാധിക്കാം. നോർമലി ഇത്തരം ക്രൈസിസുകളൊക്കെ സ്വാഭാവികമായിട്ട് ടൂറിസത്തെയും ബാധിക്കുന്നതാണ്. പക്ഷേ അതിനകത്തുള്ള ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ സേഫസ്റ്റ് ഹെവനാണെന്നുള്ള ഒരു അഡ്വാൻറ്റേജ് കാലത്തിനുള്ളതുകൊണ്ട് നമുക്ക് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ പറ്റും. അപ്പം ഇവിടെയുള്ള ടൂറിസം സർവീസ് പ്രൊവൈഡേഴ്സ് അതിനനുസരിച്ച് പാക്കേജുകളും അതിനനുസരിച്ചുള്ള മാർക്കറ്റിങ്ങും ഒക്കെ നടത്തുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷേ ഈ ചലഞ്ചസ് മുമ്പിലുണ്ട്. ഈ സാധാരണ ആൾക്കാർ ഇനി എന്ത് ഫിനാൻഷ്യൽ പ്രിക്കോഷനാണ് എടുക്കേണ്ടത്? കാരണം ഇപ്പോൾ ഈ വോർ കഴിഞ്ഞാൽ തന്നെ ഭയങ്കര വോളറ്റൈലായിട്ടെന്ന് നമ്മൾ നേരത്തെ സംസാരിച്ചു. എന്താണ് മുന്നിലുള്ളതെന്നൊന്നും തീരുമാനിക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ഫിനാൻഷ്യൽ പ്രിക്കോഷനാണ് നമ്മൾ എടുക്കേണ്ടത്? നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഒരു ജീവിതത്തിൽ നമുക്ക് ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടാക്കാൻ ഏറ്റവും പറ്റിയ സമയം ഇത്തരം ക്രൈസിസുകളാണ്. അതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇപ്പോൾ കോവിഡ് കാലത്ത് നമ്മൾ നമ്മുടെ കുടുംബങ്ങളിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കും നമ്മൾ ആ പൈസയൊക്കെ എങ്ങനെ എത്ര ഇൻ്റലിജൻ്റ് ആയിട്ടാണ് മാനേജ് ചെയ്തത്, എത്ര എഫക്റ്റീവായിട്ടാണ് കിട്ടുന്ന ഓരോ പൈസയും ചിലവഴിച്ചത്. പക്ഷേ ആ കോവിഡ് മാറി നമ്മൾ കംഫർട്ടബിൾ ആയതോടുകൂടി പണ്ടുണ്ടായിരുന്ന ഡിസിപ്ലിൻ പോലും ഇല്ലാതായി സ്പെൻഡിങ്ങിലേക്ക് നമ്മൾ പോയി. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ക്രൈസിസ് ഏത് നിമിഷം ഉണ്ടാകാം. നമുക്ക് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈല് വലിയ വ്യത്യാസമില്ലാതെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് അതിന് ഏറ്റവും ആദ്യം വേണ്ടത് നമുക്കൊരു എമർജൻസി ഫണ്ടാണ്. അത് നമ്മൾ അത്യാവശ്യം നല്ല സമയത്ത് തന്നെ നമ്മളത്
ഉണ്ടാക്കുന്നതല്ല. എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ജീവിത ചെലവ്, ഒരു മാസത്തെ ജീവിത ചെലവ് എത്രയാണോ അതിൻ്റെ ഒരു മിനിമം 6 ഇരട്ടി മുതൽ ഒരു 12 ഇരട്ടി വരെ എപ്പോഴും ഫണ്ടായിട്ട് ഒരു 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 റിസർവ് ഫണ്ട് പോലെ ഉണ്ടാകണം. അതിൻ്റെ ഒരു പിന്നിലെ ഒരു തത്വം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ 6 മാസത്തേക്ക് നമുക്ക് നോ ഇൻകം ആയാലും നമ്മുടെ ലൈഫിനെ അത് ബാധിക്കില്ല. ലൈക്ക് നമ്മുടെ ജീവിതം മുമ്പോട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. 6000 രൂപ ഒരു മാസം നിത്യ ചെലവ്, ജീവിത ചെലവുള്ളയാൾ അതിൻ്റെ 6 ഇരട്ടി 36,000 ചുരുങ്ങിയത് അതിൻ്റെ ഒരു മുതൽ ഒരു 12 ഇരട്ടി വരെ, അങ്ങനെ ഒരു വർഷം വരെ നമുക്ക് ഒരു കുഴപ്പമില്ലാതെ മുമ്പോട്ട് പോകാം. ആ സമയത്ത് നമുക്ക് വേറെ ജോബ് കണ്ടുപിടിക്കാം, എന്തെങ്കിലും വേറൊരു ബിസിനസ് തുടങ്ങി നമുക്ക് നമ്മുടെ ജീവിതത്തെ തിരിച്ചു പിടിക്കാം. കാരണം നമ്മുടെ ഓൾറെഡി റിസർവ് ഫണ്ട് ഉള്ളതുകൊണ്ട് ജീവിതത്തെ അത് ബാധിക്കുന്നില്ല. കുട്ടികളുടെ ട്യൂഷൻ ഫീസും അതും വീട്ടിലെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളെല്ലാം അതങ്ങനെ പോകും. ഇതില്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ കടം വാങ്ങേണ്ടി വരും. നമ്മൾക്ക് അന്നേരത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവുകയും വേണം, പിന്നെ അവിടെ ഓൾട്ടർനേറ്റീവ് ഒരു ജോബ് കട്ടോ ഒരു ജോബ് ലോസോ വരുമാനത്തിൽ കുറവുണ്ടായോ മേക്കപ്പ് ചെയ്യാനായിട്ട് ഓൾട്ടർനേറ്റീവ് കണ്ടു. ഇതെല്ലാം കൂടി ആകുമ്പോഴത്തേക്കും നമ്മൾ ഫണ്ട് പോകും. നേരെ മറിച്ചൊരു ബഫറായിട്ടൊരു എമൗണ്ട് ഉണ്ടെങ്കിൽ അത് വളരെ സിമ്പിളാണ്. അതിപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് ഉണ്ടാക്കണമെന്നില്ല. നമ്മൾ മാസം ഒരു 1000 രൂപയോ 2000 രൂപയോ വേണ്ടി എമർജൻസി വേണ്ടി മാറ്റി വെച്ചാൽ മതി. അത് നമ്മൾ ബാങ്കിലെ സേവിങ്സ് അക്കൗണ്ടിൽ ഇട്ടാൽ മതി. അത് ഇത്തരം എമർജൻസി പീരീഡിൽ മാത്രമേ എടുക്കുകയുള്ളൂ എന്നുള്ളൊരു ഡിറ്റർമിനേഷൻ നമുക്ക് വേണം. അതർവൈസ് വേറെ എന്തെങ്കിലും ആവശ്യത്തിന് അതിൽ നിന്ന് പൈസ എടുത്താൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് റിക്കൂപ്പ് ചെയ്തണം. അത് തിരിച്ച് അതിനകത്തേക്ക് ഇട്ടിട്ട് അതെപ്പോഴും ആ ലെവലിൽ തന്നെ, ഇപ്പോൾ 6 മാസത്തേക്കാണ് 6000 രൂപയുള്ള 36,000 രൂപ എന്നുള്ളത് ഒരു ആ ലെവലിൽ തന്നെ കൊണ്ടുപോവുകയാണ്. അതുണ്ടെങ്കിൽ നമ്മളുടെ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഈ പാനിക്കാകാതെ നമുക്ക് ജുഡീഷ്യസായി ചിന്തിച്ച് എന്തെങ്കിലുമൊക്കെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ആ എമർജൻസി ഫണ്ടാണ് ആദ്യം അതിനകത്ത് വേണ്ടത്. പിന്നെയുള്ളത് നമ്മുടെ ഒരു സ്പെൻഡിങ് ഒക്കെ നമ്മൾ കൃത്യമായിട്ടൊന്ന് പ്ലാൻ ചെയ്ത് ഈ ചിലവഴിക്കലിനകത്ത് നമുക്ക് ഏതാണ് ആവശ്യം അനാവശ്യം എന്നുള്ളതൊക്കെ നമുക്ക് അങ്ങനെ ആലോചിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാനും പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ നിത്യവും നമ്മുടെ ഒരു മാസത്തെ ചിലവുകൾ, ഓരോ ദിവസം വരുന്ന ചിലവുകൾ എന്താണെന്ന് എവിടെയെങ്കിലും ഒന്ന് എഴുതി വയ്ക്കുകയോ ഫോണിലെ ഏതെങ്കിലും ആപ്പിലേക്ക് കുറിച്ച് വയ്ക്കുകയോ ചെയ്ത് കഴിഞ്ഞിട്ടൊന്ന് റീവിസിറ്റ് നടത്തുമ്പോൾ നമുക്ക് തോന്നും ഇത് ആവശ്യമില്ലാത്ത. അല്ലെങ്കിലില്ല, ഇപ്പം ഒരാഴ്ച മുമ്പ് നിങ്ങൾ എങ്ങനെയായിരുന്നു പൈസ പോയിരുന്നതെന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ഏതൊക്കെ കേട്ടിലാണ്. 1-2 സാധനങ്ങൾ നിങ്ങൾ ഓർത്തെടുക്കും, പിന്നെ നമ്മൾ വിചാരിക്കും ഒന്നും ആലോചിച്ചിട്ടൊരു കാര്യമില്ല. അപ്പോൾ അതിനെ മറികടക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാ മാസവും ഓരോ ദിവസവും വരുന്ന സ്പെൻഡിങ് ചുമ്മാ വെറുതെ കുറിച്ച് വയ്ക്കുക. ഓരോ മാസം കഴിയുമ്പോൾ റിവ്യൂ ചെയ്യണമെന്നില്ല, 2-3 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും അതൊക്കെ ഒന്ന് നോക്കിയേക്കാം. നോക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന റിയലൈസേഷനാണ്. അതാണ് നിങ്ങൾക്ക് സ്പെൻഡിങ് കുറയ്ക്കാൻ കിട്ടുന്ന ഏറ്റവും വലിയ തിരിച്ചറിവ്. പിന്നെ ഉള്ളത് നമ്മുടെ ഫിനാൻഷ്യൽ ഗോൾസ് എന്തൊക്കെയാണെന്നുള്ള, ഫ്യൂച്ചർ ഗോൾസ് എന്തൊക്കെയാണ്. ഇപ്പം ഒരു ജീവിതം തുടങ്ങുന്ന ആൾ, ഇപ്പോൾ മാരേജ് കഴിയുന്ന ആളാണെങ്കിൽ അവർക്ക് കുട്ടികളുണ്ടാകുമ്പോൾ ഹയർ എഡ്യൂക്കേഷൻ, അവർ സ്വന്തമായിട്ടൊരു വാഹനം വേണമായിരിക്കും, പിന്നെ നമുക്ക് സ്വന്തമായിട്ടൊരു വീട്, അത് കഴിഞ്ഞാൽ പിന്നെ റിട്ടയർ ചെയ്തതിന് ശേഷം നമുക്കൊരു അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ലാതെ ജീവിക്കാൻ. ഇതൊക്കെയാണ് ഒരു ശരാശരി മനുഷ്യൻ്റെ ഫിനാൻഷ്യൽ ഗോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് എല്ലാ മാസവും കുറേശ്ശെ തുക പല ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീംസിൽ, ചിട്ടിയാണെങ്കിൽ ചിട്ടി, ബാങ്കിലോ FD ആണെങ്കിൽ FD, റിക്കറൻറ്റ് ഡിപ്പോസിറ്റിലാണെങ്കിൽ അങ്ങനെ, സ്റ്റോക്കിലോ മ്യൂച്വൽ ഫണ്ടിലോ ഗോൾഡിലോ അങ്ങനെയാണെങ്കിൽ അത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു ചിട്ടയായ ഒരു രീതി എടുക്കുക. അതുപോലെ കടവും ലോണും ഒക്കെ എടുക്കുന്നത് നമ്മൾ പരമാവധി കുറയ്ക്കുക. ലോണും കടവും ഒക്കെ എടുത്ത് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനകത്ത് ഒരു ലിമിറ്റ് കൊടുത്തിട്ട് പകരം നമ്മൾ സേവ് ചെയ്യുന്ന എമൗണ്ടിൽ നിന്ന് വാങ്ങിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നമ്മുടെ ശമ്പളത്തിൻ്റെ ഒരു 30% നമ്മൾ EMI ആയിട്ട് അടക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ അടുത്ത 25 വർഷത്തേക്ക് നിങ്ങളുടെ ശമ്പളം ഓൾറെഡി നിങ്ങൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു എന്നാണ്. ശരി. അപ്പോൾ അടുത്ത 25 വർഷത്തേക്ക് നിങ്ങൾ ആ ഇൻകം കിട്ടുന്ന ജോലിയിൽ ജീവിച്ചാൽ ജോലി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. EMI അടയ്ക്കാനുള്ളതുണ്ട്. EMI അടയ്ക്കാനുള്ളതുണ്ട്. അതാണ് മിഡിൽ ക്ലാസിൻ്റെ സാലറി ഇൻകത്തിലുള്ളവരുടെ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അപ്പോൾ നമ്മൾ ഈ മാസം ടൈറ്റായി 31-ാം തീയതി വരെ വളരെ ടൈറ്റായിട്ട് അങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ നമ്മൾ ആദ്യം വിചാരിക്കും അടുത്ത മാസം ഏതെങ്കിലും സാലറി കിട്ടുമല്ലോ, അപ്പോൾ കുറച്ച് നമുക്ക് ഒരു ആശ്വാസം കിട്ടുമെന്ന്. അടുത്ത നിമിഷം നമുക്ക് തോന്നുമ്പോൾ അറിയാം ആ സാലറി കിട്ടിക്കഴിഞ്ഞാൽ 500 രൂപ എന്തെങ്കിലും ബാക്കി ഉണ്ടാകത്തുള്ളൂ. ബാക്കിയെല്ലാം നമ്മളിങ്ങനെ ചെയ്തു പല കാര്യങ്ങളും 500 രൂപ കൊണ്ട് പിന്നെ എന്ത് ചെയ്യാനാണ്. അതുകൊണ്ട് സാലറി ഡേയിൽ പോലും മിഡിൽ ക്ലാസ്സായ ആളുകൾക്ക് ഒന്ന് സന്തോഷിക്കാനുള്ള ശരി, അത് ഈ സ്പെൻഡിങ് കൊണ്ട് സംഭവിക്കുന്ന EMI കൾച്ചർ കൊണ്ട് സംഭവിക്കുന്നത്. ക്രൈസിസ് ഉണ്ടായാലും ഇല്ലെങ്കിലും നമ്മളിങ്ങനെ ഇതിനെ മാനേജ് ചെയ്യാനായിട്ട് ഇത്തരം ചില രീതികളൊക്കെ നമ്മളൊന്ന് ചിന്തിച്ച് ആലോചിച്ച് വയ്ക്കുന്നത് ഉറപ്പായിട്ടും നല്ലതാണ്. ക്രൈസിസ് വരുന്ന സമയത്ത് മാത്രം ആലോചിക്കാതെ. ഇങ്ങനത്തെ ഒരു വോളറ്റൈൽ സാഹചര്യത്തിൽ നമ്മൾ പൈസ സേവ് ചെയ്യണോ അല്ലെങ്കിൽ നമ്മളത് ഇൻവെസ്റ്റ് ചെയ്യണോ? രണ്ടും നമുക്ക് വേണം. അതിൽ ഒന്ന് മറ്റൊന്നിനും ബദലാകത്തില്ല. ആക്ച്വലി നമുക്ക് ഈ നമ്മുടെ ജീവിക്കാനുള്ള ഒരു വരുമാനം ഉണ്ടാകുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളെ നയിക്കുന്ന സമ്പത്തല്ലേ പണം എന്ന് പറയുന്നത് ആക്ച്വലി ഈ സേവിങ്സ് ആണ്, വരുമാനമല്ല. എനിക്ക് 1 ലക്ഷം രൂപ ശമ്പളം ഉണ്ടെന്ന് വിചാരിക്കുക, ഞാനത് 95,000 രൂപയും സ്പെൻഡ് ചെയ്യുകയാണ്. ബാക്കി 5,000 രൂപ എൻ്റെ കയ്യിൽ മിച്ചമുള്ളൂവെങ്കിൽ അടുത്ത മാസം ശമ്പളം ഇല്ലെങ്കിൽ ഞാൻ ദരിദ്രനാണ്. നേരെ മറിച്ച് 50,000 രൂപ ശമ്പളം കിട്ടുന്ന ഒരാൾ
20,000 രൂപയോളം സ്പെൻഡ് ചെയ്യും. ചെയ്യുന്നു, ബാക്കി 30,000 രൂപകൾ സ്പേ ചെയ്യുന്നു, അല്ലെങ്കിൽ തിരിച്ച് 30,000 രൂപ സ്പെൻഡ് ചെയ്യുന്നു, ബാക്കി 20,000 രൂപ സേവ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാളാണ് ആക്ച്വലി റിച്ച്. 1 ലക്ഷം മാസശമ്പളം കിട്ടുന്നതിനേക്കാൾ 50,000 കിട്ടുന്നയാളാണ് ആക്ച്വലി റിച്ച്. കാരണം അയാൾക്ക് അയാളുടെ കയ്യിൽ മാസം അവസാനമാകുമ്പോൾ 20,000 രൂപ ഉണ്ട്, സേവിങ്സ് ആയിട്ട്. അയാളുടെ 5,000 രൂപയേ ഉള്ളൂ. അയാൾക്ക് ഈ ശമ്പളം ജീവിതകാലം മുഴുവൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അയാൾ ഹാപ്പി ആയിരിക്കും, ഏത് 1 ലക്ഷം രൂപ കിട്ടുന്നയാൾ. പക്ഷെ അത് നിലച്ച് കഴിഞ്ഞാൽ അയാൾ ഈ 5,000 രൂപ കൊണ്ട് ജീവിക്കേണ്ടി വരും. നേരെ മറിച്ച് ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ സേവ് ചെയ്ത് വെക്കുന്ന പൈസ ഇൻവെസ്റ്റ് ചെയ്യുക കൂടി വേണം. അപ്പം ഈ ക്രൈസിസ് പീരീഡിൽ ഒരിക്കലും ഇൻവെസ്റ്റ്മെൻറ്റ്, നിങ്ങൾ തുടരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഒരിക്കലും നിർത്തരുത്. ഓ ശരി. ഇപ്പോൾ നമ്മളൊരു സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു ചിട്ടിയിൽ നമ്മൾ ഈ പൈസ മുടക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഇനിയിപ്പം അങ്ങോട്ട് പോകുന്ന ക്രൈസിസ് ആണ്, അപ്പം അതുകൊണ്ട് ഇനി ഈ പൈസ നമ്മൾ മാറ്റി വെച്ചാൽ മതി. അങ്ങനെ നമ്മുടെ ആ ഇൻവെസ്റ്റ്മെൻറ്റോടെ ബ്രേക്ക് ആകും. ഇപ്പോൾ ചിട്ടിയിലാണ് പിന്നെ വീണ്ടും ഒരുമിച്ചടയ്ക്കാനുള്ള സൗകര്യങ്ങൾ കിട്ടും. ലൈക്ക് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ SIP എന്ന് പറയുന്ന രീതിയിൽ മാസത്തവണ പ്രതിമാസം ഒരു തുക അടച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ക്രൈസിസ് പീരീഡിൽ എപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റ് ഭയങ്കര ഡൗൺ ആയിരിക്കും. അപ്പം മ്യൂച്വൽ ഫണ്ടുകൾ വിലക്കുറവിൽ വാങ്ങാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ അടവ് മുടക്കുകയാണെങ്കിൽ ആ ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇല്ലാതാകും. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തു പോകണം. അതുപോലെ വായ്പകളുണ്ടെങ്കിൽ അതിൻ്റെ EMI ഒന്നും, പിന്നെ നമുക്ക് കാശ് നമ്മുടെ കയ്യിൽ കൂടുതലുണ്ടെങ്കിൽ ക്രൈസിസ് ആണ് ഭാവിയിൽ വരുന്നതെങ്കിൽ കുറച്ച് പൈസ മുതലിലേക്ക് അടച്ചിട്ട് EMIയുടെ ബേർഡൻ നമുക്ക് കുറയ്ക്കാം. അങ്ങനെ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ക്രൈസിസ് പീരീഡിൽ സേവിങ്സും കൂട്ടണം, ഇൻവെസ്റ്റ്മെൻറ്റും കൂട്ടണം. ഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക് ഇല്ലാത്ത മേഖലകളിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് നമ്മൾ ജുഡീഷ്യസ് ആയിട്ട് നോക്കി കൂട്ടണം. നാളെ യുദ്ധം അവസാനിക്കുകയാണെങ്കിൽ എത്ര മാസം കൊണ്ട് നമുക്ക് തിരിച്ച് പഴയ ഒരു സ്റ്റേജിലേക്ക് എത്താൻ പറ്റും? അത് ഡിപ്പെൻസ്. കാരണം എന്തായാലും ഇമ്മീഡിയറ്റ് ആയിട്ട് അത് റീകൂപ്പ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇതിൻ്റെ എല്ലാം പ്രത്യാഘാതങ്ങൾ ഇനി അങ്ങ് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഇമ്മീഡിയറ്റ് ആയിട്ട് ഉണ്ടായ ഇമ്പാക്റ്റ് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ലൈക്ക് ക്രൂഡ് ഇവിടെ എത്തുന്നില്ല, അതിൻ്റെ ഷോർട്ടേജ് ഇവിടെ ഉണ്ടായി, അത് കാരണം പ്രൈസ് കൂടി. ഇനി അത് യുദ്ധം നിർത്തിക്കഴിഞ്ഞെന്നാൽ സ്വിച്ച് ഇട്ട പോലെ അത് പെട്ടെന്ന് റിവേഴ്സായിട്ട് വരത്തില്ല. ഇപ്പോൾ റിസർവ് എടുത്ത് ഉപയോഗിച്ചവരുണ്ടാവും, അത് ഇത് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അത് എത്ര കാലം നിൽക്കുമെന്നുള്ളത് അൺപ്രഡിക്റ്റബിൾ. ഓരോ രാജ്യങ്ങളും ഓരോരുടെ ക്രൈസിസിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നതിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഏതായാലും ഇത് കുറച്ച് കാലം നീണ്ടു നിൽക്കും എന്നുള്ള കാര്യത്തിൽ നമ്മളൊരു മുൻകരുതലെടുക്കുന്നത് ഉറപ്പായിട്ടും നമുക്ക് നല്ലതാണ്. അതല്ല നമ്മൾ വിചാരിച്ചതിനേക്കാൾ വേഗത്തിലത് പ്രശ്നം പരിഹരിക്കുകയാണെങ്കിൽ നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. അതായത് വെച്ചാൽ നമ്മളിത് പെട്ടെന്ന് മാറുമെന്ന് വിചാരിച്ചിട്ട് വീണ്ടും നമ്മൾ സ്റ്റാറ്റസ് കോയിലേക്ക്, കോവിഡ് കഴിഞ്ഞ് നമ്മൾ സ്റ്റാറ്റസ് കോയിലേക്ക് പോയതുപോലെ ഈ യുദ്ധം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്ന് ഭയന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഫിനാൻഷ്യൽ ഡിസിപ്ലിനോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ചിട്ടയായ ചില ശീലങ്ങളൊക്കെ ശീലിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റായിട്ട് നിർത്തേണ്ടത് കുറച്ച് കാലം അങ്ങനെ തന്നെ പോട്ടെ എന്നായിരിക്കുന്നില്ല. നമ്മളിതിപ്പോൾ പാനിക് ചെയ്യേണ്ട സാഹചര്യമാണോ ഉള്ളത്? ഇതിപ്പോൾ ഒരു മാസമേ പിന്നോട്ടുള്ളൂ. ആക്ച്വലി ഇതിൻ്റെ ഒരു പോക്ക് കണ്ടത് പ്രെഡിക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ലെങ്കിൽ പോലും സാധാരണ നമ്മളെല്ലാവരും പറയുന്ന പോലെ തന്നെയാണ്, പേടിയല്ല ജാഗ്രതയാണ് വേണ്ടത്. കാരണം അത് ഇമ്മീഡിയറ്റ് ആയിട്ടൊരു വലിയ ഭയം ഉണ്ടാകേണ്ട കാര്യമില്ല. പക്ഷേ നമ്മൾ കുറച്ച് പ്രിക്കോഷൻസ് എടുക്കണം. നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ വരുമാനം കൈകാര്യം ചെയ്യുന്ന രീതിയിൽ നമ്മളൊരു ജോബിൽ ഉറച്ചു നിന്ന് അതുമാത്രം നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മളെ ഇത് സെക്കൻഡ് ഇൻകം നമ്മൾ എപ്പോഴും ഒരു പാസീവ് ഇൻകമോ സെക്കൻഡ് ഇൻകത്തിലേക്ക് നമ്മൾ ചിന്തിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു അഡീഷണൽ സ്കില്ല് കൂടി ആർജിക്കണം. ഈ ജോബ് അല്ലെങ്കിൽ വേറൊരു ജോബ് നമുക്ക് അന്നേരം എമർജ് ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റി മുതലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇതുണ്ടാകണം. പിന്നെ സിംഗിൾ ഇൻകം, ഫാമിലിയിലെ സിംഗിൾ ഇൻകം എന്നുള്ളത് മാറ്റി അത് മൾട്ടിപ്പിൾ ഇൻകം ആക്കാൻ പറ്റുമോ? ഫാമിലി മെമ്പേഴ്സിന് ആർക്കെങ്കിലുമൊക്കെ ഇൻകം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ പാർട്ട് ടൈം ഇൻകം ആകാം. വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടെന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടി വളരെ വലിയ ഒരു ഇത് ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും ഇത് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പാനിക്കാവേണ്ട കാര്യമില്ല. പക്ഷേ ഇതിനകത്തു നിന്നുള്ള ഓരോ ക്രൈസിസ് പീരീഡിലും ഒരുപാട് ലെസൺസ് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ എൻ്റെ ഒരു ഡിസ്കഷൻ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് പല കാര്യങ്ങളും ഓർത്തെടുക്കാൻ പറ്റും. അപ്പം ആ ലെസൺസ് നമ്മൾ ഇത് ചെയ്യണം. ലോകത്ത് എന്ത് ക്രൈസിസ് ഉണ്ടായാലും നമുക്ക് തന്നെ അതിജീവിക്കാൻ പറ്റും. നമുക്ക് പാനിക്കാകാതെ വളരെ ഹാപ്പി ആൻഡ് കംഫർട്ടബിളായിട്ട് നിലനിൽക്കാൻ പറ്റും.